ഈ രാജ്ഭവനിലെ ഭാരതാംബ വിവാദം ഞാൻ അവസാനിപ്പിച്ചതാണ്. വീണ്ടും വീണ്ടും അദ്ദേഹം ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു കാര്യവുമില്ലാതെ സെനറ്റ് ഹാളിൽ, നമുക്കെല്ലാ സെനറ്റ് ഹാൾ അറിയാം, യൂണിവേഴ്സിറ്റിയിലെ ഭാരതാംബയെ കൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതിനെ തുടർന്നാണ് അവിടെ സംഘർഷവും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അപ്പോൾ അതിൽ വീണ്ടും അദ്ദേഹം എന്നെ വലിച്ചഴക്കുകയാണ്. വീണ്ടും ഞാനത് അവസാനിപ്പിച്ചതാണ്. രാജ്ഭവനിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിക്കുകയും പൂവിട്ട് തൊഴുകയും ചെയ്ത ഗവർണർ നടപടി ഭരണഘടനമായ നഗ്നമായ ലംഘനമാണെന്നുള്ളതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. ഭരണഘടനാപരമായ പദവിയിലിരിക്കുന്ന ഒരാൾ ഒരു പ്രത്യേക മതപരമായ ബിംബത്തെ ഔദ്യോഗിക ചടങ്ങിൽ ആരാധിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം രാജ്യം ഒരു മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണെന്ന് വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖം കേരളത്തിലെ എല്ലാ പാഠപുസ്തകത്തിലും പ്രിന്റ് ചെയ്ത് കൊടുത്ത ഗവൺമെൻറ്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ഭരണഘടനയുടെ അനുച്ഛേദം 14 നിയമത്തിന് മുന്നിൽ എല്ലാവർക്കും തുല്യത ഉറപ്പാക്കുകയാണ്. അതോടൊപ്പം അനുച്ഛേദം 15(1) മതം, വർഗം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനം നിരോധിക്കുന്നു. അനുച്ഛേദം 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും അത് ഏതൊരു മതപരമായ ആചാരവും ഔദ്യോഗിക ഭരണഘടനാ പദവിയിലുള്ളവർ സർക്കാർ പരിപാടികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അനുവാദമില്ല. മറിച്ച് മതപരമായ കാര്യങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുവാനുള്ള ബാധ്യത ഭരണകൂടത്തിന് ഉണ്ടെന്ന് ഈ അനുച്ഛേദങ്ങൾ വ്യക്തമാക്കുന്നു. ഗവർണറുടെ ഈ പ്രവൃത്തി ഇന്ത്യൻ ഭരണഘടനയോടുള്ള സെക്കുലർ സ്വഭാവത്തിന്മേലുള്ള കടന്നാക്രമണമാണ്. ഇത് പ്രോട്ടോക്കോൾ ലംഘനം മാത്രമല്ല, ഭരണഘടന ഉറപ്പുനൽകുന്ന മതേതര മൂല്യങ്ങളെ തകർക്കുന്ന നടപടിയാണ്. ഒരു ഭരണഘടനാ സ്ഥാപനം ഒരു പ്രത്യേക മതപരമായ പ്രതീകത്തെ ഉയർത്തിക്കാട്ടുന്നത് മറ്റ് മതവിഭാഗങ്ങളോടുള്ള അവഗണനയായും കണക്കാക്കപ്പെടാം. ഇത് സമൂഹത്തിന് ഭിന്നത വളർത്താൻ മാത്രമേ സഹായിക്കൂ. ഇത്തരം ഭരണഘടനാ ലംഘനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ചടങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുവാനുള്ള എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ്. ഇന്ത്യയിൽ ഭരണഘടനയാണ് പരമോന്നതമെന്നും ജനാധിപത്യത്തിൻ്റെ മറ്റും 3 തൂണുകളും അതിന് കീഴിലാണെന്ന് പ്രവർത്തിക്കുന്നു എന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് VR ഗവായ് ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ ദിവസമാണ്. സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി പ്രകാരം ഭരണഘടനാ ഭേദഗതി വരുത്തുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. എന്നാൽ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ കഴിയില്ല. കാവിക്കൊടിയേന്തിയ വനിതയെ ഭാരതാംബ എന്ന് വിളിച്ച് പൂവിട്ട് തൊഴുന്നതിനെ ന്യായീകരിക്കുന്ന ഗവർണർ യഥാർത്ഥത്തിൽ ഭരണഘടനയുടെ മതേതര സ്വഭാവത്തെയാണ് ആക്ഷേപിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ മതസംഘടനയോ വികസിപ്പിച്ചതാണ് ഭാരതാംബ എന്ന സങ്കല്പം എന്നത് ശരിയല്ല എന്നതാണ് ജസ്റ്റിസ് VR ഗവായ് പറയുന്നത്. ദേശീയതയും മതപരമായ ബിംബവൽക്കരണവും രാജ്യത്തിൻ്റെ അതിരുകൾക്ക് പോലും മാപ്പ് കണ്ട ഒരു ദേവിയായി സങ്കല്പിച്ചുകൊണ്ട് ഭാരതാംബ എന്ന പേരിൽ ചിത്രീകരിക്കുന്നത് യഥാർത്ഥത്തിൽ ദേശീയതയെ മതപരമായ ബിംബവൽക്കരണവുമായി കൂട്ടിച്ചേർക്കുന്ന പ്രതീകമാണ്. ഭാരതാംബ എന്ന് വിളിക്കുന്ന വനിതയുടെ ചിത്രം താമരയിലോ സിംഹത്തിന് മുകളിലോ ഇരിക്കുന്ന രൂപത്തിലും കാവ്യവസ്ത്രം ധരിച്ചു ഒക്കെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഭരണഘടന ഒരു മതേതര രാജ്യത്തെയാണ് വിഭാവന ചെയ്യുന്നത്. അതായത് ഭരണകൂടത്തിന് ഒരു പ്രത്യേക മതത്തോടും ആഭിമുഖ്യമോ വിവേചനമോ പാടില്ല. ഭാരതാംബയുടെ ചിത്രം ഒരു ഔദ്യോഗിക ചടങ്ങിൽ പ്രദർശിപ്പിക്കുകയും പൂജിച്ച് ആരാധിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് വിരുദ്ധമായി ഒരു പ്രത്യേക മതപരമായ ചിഹ്നത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതിന് തുല്യമാകും. ഇത് മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് തങ്ങളോട് വിവേചനം കാണിക്കുന്നതായി തോന്നാനും ഇടയാകും. ഈ കാരണങ്ങൾ കൊണ്ട് ഭാരതാംബയുടെ ചിത്രം ഒരു മതപരമായ ചിഹ്നമായി കണക്കാക്കപ്പെടുകയും ഔദ്യോഗിക ചടങ്ങുകളിൽ അതിനെ ആരാധിക്കുന്നത് ഭരണഘടനാപരമായ മതേതര മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വിമർശിക്കപ്പെടുകയും ചെയ്യുന്നത്. ദയവ് ചെയ്ത് അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞു, ചർച്ച ധാരാളം നടത്തി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗവർണർ മുഖ്യമന്ത്രിക്ക് പരാതിയും എനിക്കെതിരെ നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇനി മുഖ്യമന്ത്രി അതിനെ സംബന്ധിച്ച് പരാതി എടുത്തോട്ടെ. വീണ്ടും ഈ ഭാരതാംബെ പോകുന്ന ചടങ്ങുകളിലൊക്കെ പോവുകയും വീണ്ടും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതീകമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും ഞങ്ങളും ഇത് ആവർത്തിച്ച് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുന്നതിന് അപേക്ഷിക്കുകയാണ്.
യഥാർത്ഥം ഞാനിത് അവസാനിപ്പിച്ചതാണ്. വീണ്ടും അദ്ദേഹം പിന്നെ പരാതിയിലും അല്ലാതെയും ഒക്കെ തന്നെ പറയുന്ന പ്രസ്താവനകളിൽ വീണ്ടും എൻ്റെ പേരും കൂടെ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്.